സിനിമ റിലേറ്റ് ചെയ്ത് കുറച്ച് നാളായിട്ടുള്ള ഹോട്ട് ടോപ്പിക് ആണല്ലോ റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്യുന്നത് കാശ് മേടിച്ചിട്ടാണോ അല്ലയോ എന്ന്. ഒരു പ്രമുഖ റിവ്യൂവർ അങ്ങനെ ചെയ്തു എന്ന് ആരോപിച്ച് ആരും കാണാത്ത ഒരു സിനിമയുടെ പ്രൊഡ്യൂസറും അതിന്റെ നായകനും മുന്നോട്ട് വന്നതാണ് സംഭവത്തിന്റെ തുടക്കം. ഒരു പടത്തിന് ടിക്കറ്റ് എടുക്കണോ വേണ്ടിയോ എന്ന് എത്ര പേരാണ് റിവ്യൂ കണ്ട് ഡിസൈഡ് ചെയ്യുന്നത് എന്നതാണ് ഒരു ചോദ്യം. ഇപ്പൊ എന്റെ സർക്കിളിലുള്ള പലരും ഇങ്ങനെ റിവ്യൂ കണ്ടിട്ടാണ് ഒരു പടത്തിന് ടിക്കറ്റ് എടുക്കുന്നത്. പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ വേർഡ് ഓഫ് മൗത്ത് എന്ന പേരിൽ ചുറ്റുമുള്ളവർ പറഞ്ഞും അറിഞ്ഞും ഒക്കെ ആയിരുന്നു ഇത് കേട്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അത് നടത്തുന്നത് യൂട്യൂബേഴ്സ് ആണ്, യൂട്യൂബ് റിവ്യൂവേഴ്സ് ആണ്. ഞാനൊരു 12th പഠിക്കുന്ന അല്ലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓൺലൈൻ വെബ്സൈറ്റ്സിൽ ഇങ്ങനെ റിവ്യൂ വരുമായിരുന്നു. അത് വായിച്ചിട്ടാണ് ഞാനൊരു സിനിമയ്ക്ക് പോണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്തിരുന്നത്. ഇന്ന് അത് യൂട്യൂബ് റിവ്യൂവേഴ്സിന്റെ പറച്ചിൽ കേട്ടിട്ടാണ്. ആയിരുന്നു. ഞാൻ എന്താ ചെയ്യാ വെച്ചാൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു 4-5 യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോ ഇരുന്ന് കാണും, എന്നിട്ട് ഒരു കളക്റ്റീവ് അഭിപ്രായം എടുക്കും. എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന ഒരു കളക്റ്റീവ് അഭിപ്രായം വെച്ച് എന്റെ മനസ്സിൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്യും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ വേണ്ടിയോ. റിവ്യൂസ് എല്ലാം യുനാനിമസ്ലി പോസിറ്റീവ് അഭിപ്രായം പറയുകയാണെങ്കിൽ യെസ് ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും. അല്ല, ചില സിനിമകൾ എല്ലാവർക്കും വർക്ക് ആവില്ല, ചിലവർക്ക് വർക്ക് ആവും, ചിലവർക്ക് വർക്ക് ആവില്ല. അപ്പൊ ഒരു ആവറേജ് അഭിപ്രായം വരുന്ന സിനിമയ്ക്ക് ഞാൻ ഒന്ന് കൺസിഡർ ചെയ്യും, ഓക്കെ ഇത് വേണോ വേണ്ടയോ എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ റിവ്യൂസും യുനാനിമസ്ലി ഒരു സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് തിയേറ്ററിൽ പോയി ആ സിനിമ കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ വരുന്ന റിവ്യൂസ് ഓഫ് കോഴ്സ് ഒരു പരിധി വരെ സിനിമയുടെ കളക്ഷനെ നന്നായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ റിവ്യൂസ് കണ്ടിട്ടാണോ ശരിക്കും ഒരു സിനിമയ്ക്ക് പോകേണ്ടത്? എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കേൾക്കുന്ന റിവ്യൂസ് നമ്മുടെ സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ നന്നായിട്ട് തന്നെ ബാധിക്കും. പലപ്പോഴും ഈ റിവ്യൂസ് കേട്ടിട്ട് നമ്മുടെ മനസ്സിൽ പ്രെജുഡൈസ്ഡ് ആവാണ് ഒരു സിനിമയെ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന മൂവീസിനൊന്നും ഞാൻ ഇപ്പൊ റിവ്യൂസ് കാണാറില്ല. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അത് കാണുന്നത് വരെ ഞാൻ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ ഓഫ് ആക്കി വെക്കും. കാരണം യൂട്യൂബിൽ തന്നെ ചില തംബ്നെയിൽസ് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് എംപുരാൻ മൂവിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു മൂവി ആയിരുന്നു. ഞാൻ ഒരു റിവ്യൂസും കാണാണ്ടാണ് എംപുരാന്റെ ഷോയ്ക്ക് കയറിയത്. എന്നെ സംബന്ധിച്ചോളം തിയേറ്ററിൽ വർക്ക് ആയ ഒരു മൂവിയാണ്. ചില ഹിക്കപ്സ് അവിടെ ഇവിടെ ഉണ്ടെങ്കിലും ഓവറോൾ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു മൂവിയാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് റിവ്യൂസ് നോക്കിയപ്പോഴോ എന്റെ എക്സ്പീരിയൻസിന് നേരെ വിപരീതമായിട്ടായിരുന്നു മിക്ക റിവ്യൂസും. ഇനിയിപ്പോ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് കയറിയിരുന്നെങ്കിലോ ഈ ഒരു ലെവൽ ഓഫ് എൻജോയബിലിറ്റി ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് എനിക്കത് കത്തിയത്. ഈ റിവ്യൂസ് എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്റെ സിനിമ എൻജോയ് ചെയ്യാനുള്ള പോസിബിലിറ്റി അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഏത് പടത്തിനാണോ ഞാൻ ഹൈലി എക്സൈറ്റഡ് ഞാൻ അതിന്റെ റിവ്യൂസ് കാണാനില്ല. ഇതർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാം. അത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇൻസ്റ്റയും യൂട്യൂബും അടച്ചു വെക്കുക, സിനിമ കണ്ടിട്ട് വന്ന് ഈ റിവ്യൂസ് എന്താണോ പറയുന്നത് അത് കേൾക്കുക. ഇപ്പൊ ഞാനൊരു സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് വേറൊരാളുടെ എക്സ്പീരിയൻസിനെ കെടുത്താതിരിക്കാനായിട്ട്. ഇപ്പൊ സുഹൃത്തിനോടോ യൂട്യൂബ് വീഡിയോയിലാണെങ്കിലും ഞാൻ പറയുമ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഡിഫറെന്റ് ഹ്യൂമൻ ബീങ്സ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ പേര് കേൾക്കാത്ത സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എന്റെ മറു സൈഡ് എന്താ വെച്ചാൽ ഈ സിനിമ ശരിക്കും വർക്ക് ആവാത്തൊരു സിനിമയാണെങ്കിൽ നമുക്ക് ബോർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാശും പോയി നമ്മുടെ സമയവും പോയി. വെൽ, എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ്